ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലോക എന്ന സിനിമ തിയേറ്ററുകളിലെ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. മോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ പാൻ ആക്ഷൻ ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന കല്യാണി പ്രിയദർശന്റെ ലോക തിയേറ്ററുകളിലെ 3 ദിവസങ്ങൾ കൊണ്ടാണ് 30 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടത്. ഇന്നത്തെയും ഇന്നലത്തെയും ബുക്കിംഗ് കണ്ടപ്പോൾ തന്നെ ബോക്സ് ഓഫീസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന തന്നെയാണല്ലോ ലോകം നൽകിയത്. നാളെയോടെ 50 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമ മലയാളത്തിൽ അതിവേഗം 50 കോടി സിനിമകളിൽ ഒന്നുകൂടിയായിട്ട് മാറാനായിട്ട് ഒരുങ്ങുകയാണ്. പാൻ സ്വഭാവമുള്ള സിനിമ കൂടിയായ ലോക ഇപ്പോഴത്തെ പാൻ തരംഗമാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല എന്നാണ് നമ്മുടെ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം, അതായത് 1.5 വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു തരംഗം നമുക്കറിയാമല്ലോ. ഒരു മലയാളം സിനിമയുടെ റെക്കോർഡ് കളക്ഷൻ തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മേഖലയിൽ ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സിന്റെ അതേ ലെവൽ തരംഗമാണ് ലോക എന്ന സിനിമ ഇതിനോടകം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ മേഖലയിൽ തുടങ്ങിയിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ടാണ് വരുന്നത്. അതിന്റെ ആദ്യ സൂചനകൾ ഇപ്പോഴത്തെ തെലുഗു ബുക്കിംഗിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. മണിക്കൂറിൽ 2000-ലധികം ടിക്കറ്റുകൾ സിനിമയുടേതായിട്ട് വിറ്റഴിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലാണ് മഞ്ഞുമൽ ബോയ്സ് ഏറെ തരംഗം ഉണ്ടാക്കിയതെങ്കിൽ ലോക എന്ന സിനിമ ഒരു പക്ഷേ തെലുഗു നാട്ടിൽ തന്നെയായിരിക്കും വലിയ തരംഗം ഉണ്ടാക്കാൻ സാധ്യത എന്നൊരു സൂചനയാണ് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ലോക എന്ന സിനിമ 100 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിടാൻ മാത്രമല്ല, ഒരു പക്ഷേ 150 കോടിയും 200 കോടിയെല്ലാം തന്നെ കടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ മഞ്ഞുമൽ ബോയ്സിന് ശേഷം റെസ്റ്റ് ഓഫ് ഇന്ത്യ വൻ തരംഗത്തോടെ 200 കോടി കളക്ഷൻ കിടക്കുന്ന മറ്റൊരു മലയാളം സിനിമ കൂടിയായിട്ട് ലോകയ്ക്ക് മാറാം. എന്തായാലും കാത്തിരിക്കും അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ലോകയുടെ വൻ വാർത്തകൾക്ക്.